ഹലോ ഗായ്സ്, വെൽക്കം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് വെച്ചാൽ നമ്മൾ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ ആക്നെ പ്രോൺ സ്കിന്നോ അല്ലാന്നുണ്ടെങ്കിൽ ടെക്സ്ചേർഡ് സ്കിന്നായിട്ടുള്ളവർ എങ്ങനെയാണ് സേഫായിട്ട് അത് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റിയാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഞാൻ ഇതിൽ ഓരോ സ്കിന്നുകാർക്കും പറ്റിയ പ്രോഡക്റ്റിനെ പറ്റിയും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവസാനം വരെ കാണാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഓയിലാണ് കേട്ടോ. ഞാനിവിടെ വിൽവയുടെ ഓർഗാനിക് ഗ്രേപ്പ് സീഡ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇത് തന്നെ എല്ലാ സ്കിന്നുകാരും എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല കേട്ടോ. എൻ്റെത് ഓയിലി സ്കിൻ ആയതുകൊണ്ട് എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഒരു ഡ്രൈ സ്കിന്നുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊമിഡോജെനിക് ഓയിൽസ് യൂസ് ചെയ്യുക. അപ്പം അതിൽ നമ്പർ 1 വരുന്നത് റോസ് ഹിപ്പ് ഓയിലാണ്. ആൻഡ് അതേപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അടുത്ത ഓയിൽ നമ്പർ 2 ആർഗൻ ഓയിലാണ് കേട്ടോ. ഇനി ഇത് രണ്ടും നേക്കും വാങ്ങാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വീട്ടിലുള്ള നോർമൽ കോക്കനട്ട് ഓയിലും ഡ്രൈ സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾ ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ നോൺ കൊമിഡോജെനിക് ഓയിൽസ് യൂസ് ചെയ്യാം. ലൈക്ക് നമ്മുടെ നോർമൽ നല്ലെണ്ണ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. അതും അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന പോലെ ഈ ഒരു ഗ്രേപ്പ് സീഡ് ഓയിൽ ഉപയോഗിക്കും. ഇതൊക്കെ ഈ ഒരു ബ്രാൻഡ് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ഞാൻ എന്തായാലും വിൽവയുടെ ഗ്രേപ്പ് സീഡ് ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പം ഗ്രേപ്പ് സീഡ് ഓയിൽ അതിപ്പോൾ ഏത് ബ്രാൻഡിൻ്റെ ആയാലും മറ്റ് കെമിക്കൽസ് ഒന്നും അടങ്ങാത്തത് തന്നെ മേടിക്കാനായിട്ട് ശ്രമിക്കുക. ഗ്രേപ്പ് സീഡ് ഓയിൽ മാത്രമല്ല എല്ലാ ഓയിൽസും. അപ്പം ഈ ഒരു ഗ്രേപ്പ് സീഡ് ഓയിലിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫേസിന് മാത്രമല്ല ഹെയർ ഗ്രോത്തിനെല്ലാം നല്ലതാണ്. ആൻഡ് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിൽ ആൻറ്റി ഓക്സിഡൻസ് പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ള കാരണം നമ്മൾ പിമ്പിൾസ് ഒക്കെ കുറയും, അതിൻ്റെ മാർക്സ് കുറയും. ആൻഡ് വളരെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ഓയിലാണ്. നമുക്കത് തേച്ച പോലെ തോന്നേയില്ല. അതേപോലെ തന്നെ ഇതിൽ ഉള്ള ഓയിൽ റെസിഡ്യൂസ് ഒന്നും അത് ഫേസിൽ ബാക്കി വെച്ചിട്ട് പോവുമൊന്നുമില്ല. ആൻഡ് നല്ല രീതിക്കൊരു ആൻറ്റി ഏജിങ് ഓയിൽ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറ്റി പറയാം. കാരണം നമ്മുടെ ഇലാസ്റ്റിസിറ്റിയും നമ്മുടെ കൊളാജിനെയൊക്കെ നല്ല രീതിക്ക് വർദ്ധിപ്പിക്കും. അതിലൂടെ തന്നെ നമുക്ക് പെട്ടെന്ന് ഏജിങ് ആവും. അതായത് റിങ്കിൾസ് വരാം, നമുക്ക് ചുളിവുകൾ വരുന്നതെന്നൊക്കെ നമ്മളിത് പ്രൊട്ടക്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിത് സ്ഥിരമായിട്ട് ഇപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ചേഞ്ചസ് തോന്നിയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഒരു ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുമ്പോഴും ഇത് തന്നെ എടുത്തത്. അപ്പോൾ നമ്മൾ അത് വെച്ച് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു റേസർ എടുക്കണം. അപ്പോൾ മാക്സിമം ഏത് കമ്പനിയുടെ ആയാലും ഇതേപോലെ ബ്ലേഡ് ഇങ്ങനെ സിഗ്സാക്ക് വരുന്നത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ മുറിയുന്നതെന്നൊക്കെ നമ്മൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യും. എന്നിട്ട് ഇതേപോലെ കുത്തനെ ഒന്നും വെക്കാതെ ഒന്ന് ചരിക്കുക. അതായത് ഒരു 45 ഡിഗ്രിയിൽ ഇങ്ങനെ ചരിച്ച് താഴോട്ട് വേണം നമ്മളിതിങ്ങനെ ഷേവ് ചെയ്തെടുക്കുക. ഒരിക്കലും മുകളിലേക്ക് ഷേവ് ചെയ്യരുത് കേട്ടോ. താഴേക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് എപ്പോഴും സേഫ്. പിന്നെ പിമ്പിൾസ് ഉള്ള പുറത്തൊക്കെ ഒരു നല്ല രീതിക്ക് ശ്രദ്ധിച്ച് ചെയ്യുക. കാരണം ആ ഒരു പിമ്പിൾസൊക്കെ അത് വെച്ച് മുറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പാട് വരും. അപ്പം പതുക്കെ വളരെ പതുക്കെ അതിൻ്റെ ഇടയിലൂടെയൊക്കെ ഇങ്ങനെ പതുക്കെ ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓയിൽസൊക്കെ ആക്ച്വലി യൂസ് ചെയ്യുന്നത്. അപ്പം കുറച്ച് സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ. പിന്നെ ഈ ഒരു ലിപ്പിൻ്റെ മുകളിലുള്ള ഭാഗമൊക്കെ ചെയ്യുമ്പോൾ നാവ് വെച്ച് ഇതേപോലെ കാണുമ്പോൾ ഒരു കോമഡി പോലെ തോന്നും. ബട്ട് അങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ സേഫ് ആട്ടോ. നമ്മുടെ ലിപ്സ് മുറി അങ്ങനെയൊന്നും വരില്ല. ആൻഡ് നോസ് ആണെങ്കിലും ഇങ്ങനെ ഒന്ന് ഞെക്കി പിടിച്ച ശേഷം പതുക്കെ ചെയ്യുക. അപ്പോഴും നമുക്ക് അവിടെ പിമ്പിൾസൊക്കെ ഉണ്ടെങ്കിൽ മുറിയാനുള്ള ഒരു ചാൻസ് കുറയും കേട്ടോ. പിന്നെ കവളി ഈ ഒരു 2 സൈഡിലേക്കൊക്കെ ചെയ്ത് നമുക്ക് അങ്ങനെ വളരെ സേഫായിട്ട് ഇത് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഒരു ഓയിൽ ഉള്ളത് കൊണ്ട് തന്നെ നല്ല സേഫാണ്. കണ്ണാണെങ്കിൽ നമ്മളിങ്ങനെ പിടിച്ചിട്ട് പുരികം മുകളിലേക്ക് ഉയർത്തിയ ശേഷം മാത്രം ചെയ്യുക. പലരും ഈ ഒരു ബ്ലേഡ് ഇങ്ങനെ കുത്തനെ വെച്ചിട്ടൊക്കെ ചെയ്യുന്ന കാണാറുണ്ട്. അതിനേക്കാളും എപ്പോഴും സേഫ് ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ഫേസൊക്കെ ഹെയറൊക്കെ റിമൂവ് ചെയ്ത ശേഷം നല്ലൊരു ഫേസ് പാക്ക് അല്ലെങ്കിൽ നല്ലൊരു ഫേസ് വാഷ് എടുത്തിട്ട് കഴുകണം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫേസ് വാഷ് ഉപയോഗിക്കാം. മാക്സിമം SLS ഫ്രീ ആയിട്ടുള്ള ഫേസ് വാഷൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ആൻഡ് പാരബൻ ഫ്രീ ഒക്കെ ആണെങ്കിൽ അത്രയും നല്ലത്. എന്നിട്ട് നല്ല രീതിക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഇപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു തിളക്കവും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. ആ ഒരു ഫേഷ്യൽ ഹെയർ പോകുമ്പോൾ തന്നെ നമ്മുടെ ഒരു യഥാർത്ഥ സ്കിൻ ടോൺ ഇങ്ങനെ പുറത്തേക്ക് വരും. എന്നിട്ട് ഒരു മോയ്സ്ചറൈസർ എടുക്കാം. ഞാൻ പോൺസിൻ്റെ ലൈറ്റ് മോയ്സ്ചറൈസറാണ് എടുക്കുന്നത്. നിങ്ങളിപ്പോൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ നല്ലൊരു റിച്ച് മോയ്സ്ചറൈസർ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് ഓയിലി സ്കിൻ എപ്പോഴും ലൈറ്റ് മോയ്സ്ചറൈസറും എടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക. ഒരു 2 മിനിറ്റ്സ് എങ്കിലും മസാജ് ചെയ്യുക. ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ല രീതിക്ക് നടക്കണം. ആൻഡ് നമ്മൾ ഇട്ട ആ ഒരു പ്രോഡക്റ്റ് നമ്മുടെ സ്കിന്നിലേക്ക് ഇറങ്ങി ചെല്ലണം. അപ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു റിഫ്രഷ്മെൻറ്റ് ഫീൽ ചെയ്യും. സ്കിൻ എപ്പോഴും ഹെൽത്തി ആയിട്ട് ഇരുന്നാൽ മാത്രമേ അത് നമ്മുടെ പുറത്തേക്കുള്ള ആ ഒരു എന്താ പറയുക സ്കിന്നിന് എപ്പോഴും ഹാപ്പിനെസ് ഉണ്ടോ അത്രയും നമ്മുടെ സ്കിന്ന് നന്നായിരിക്കും. അപ്പം നല്ല സേഫായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായോ എന്ന് പറയണേ.